ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ മലയാളം സിനിമകളുടെ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം ഭ്രമയുഗം എന്ന സിനിമയുടെ ഏറ്റവും പുതിയൊരു നേട്ടത്തെക്കുറിച്ചും ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ആദ്യമേ പതിവ് പോലെ ടൊവിനോടെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തേക്കാൾ കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 17 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് 14 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് കളക്ഷൻ. ഇന്ന് ഏകദേശം 25 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷന് കേരളത്തിൽ നാം പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെയെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 7 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനും ലോകമെമ്പാട് നിന്നും 12 കോടി ഗ്രോസ് കളക്ഷൻ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ തുണ്ട്. ബിജു മേനോൻ നായകനെ എത്തിയ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല ആദ്യ ദിവസം ലഭ്യമായത്. ഇപ്പോഴത്തെ ആദ്യ ദിവസത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 10 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിലെ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്കിടയിലും സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നു എന്ന് തന്നെയാണ് ഈ 10 ലക്ഷം ട്രാക്കിങ്ങിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഓക്കെ തുടക്കമെന്ന് വിശേഷിപ്പിക്കാം. ആദ്യ ദിവസം തന്നെ 20 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. ഈ ഫെബ്രുവരി മാസത്തിലെ നിലവിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ പ്രേമലു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വൻ തരംഗം സൃഷ്ടിച്ച തിയേറ്ററുകളിൽ മുന്നേറുന്ന നസ്ലൻ മമിത കോംബോയുടെ സിനിമയ്ക്ക് ഇന്നലത്തേക്കാൾ കളക്ഷൻ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ ഇതേ സമയം 78 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് അത് 91 ലക്ഷത്തിൽ പരമാണ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു 2 കോടി കേരള ഗ്രോസ് കളക്ഷൻ കടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നു. ഇന്നത്തോടെ 16 കോടി രൂപയ്ക്ക് മുകളിൽ കേരള കളക്ഷനും ലോകമെമ്പാട് നിന്നും 25 കോടിയോളം സിനിമ കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2 ദിവസങ്ങൾ ശനി ഞായർ ദിവസങ്ങളാണ്. ഇനിയുള്ള ദിവസങ്ങളിലും സിനിമയ്ക്ക് വമ്പൻ കുതിച്ചുചാട്ടം മാത്രമേ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രമാണല്ലോ ഭ്രമയുഗം. ചിത്രത്തിന്റെ 2ാം ദിവസത്തെ ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് കണക്കുകൾ ഇതിനു മുന്നത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഈ ഒരു വീഡിയോയിലെ വിഷയം സിനിമയുടെ കളക്ഷൻ അല്ല, മറിച്ച് സിനിമയുടെ ഇന്നത്തെ കേരള ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ്. ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഹൗസ്ഫുൾ ഷോസ് ഉൾപ്പെടെ എക്സ്ട്രാ ഷോസ് ഉൾപ്പെടെ വൻ തരംഗമാണ് ഇതിനോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഭ്രമയുഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോക്സ് ഓഫീസിൽ നിലവിൽ ഭ്രമയുഗം മാത്രമല്ല തരംഗമായി മുന്നേറുന്നത്, മറിച്ച് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രേമലു എന്ന സിനിമയ്ക്ക് പോലും ഇന്ന് വമ്പൻ ബുക്കിംഗ് ആണ് നടക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറിലെ ഭ്രമയുഗം പ്രേമലു ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ 7000 പരം ടിക്കറ്റുകളാണ് പ്രേമലു എന്ന സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ ഭ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ പേരിൽ 8000 പരം ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു ട്രെൻഡ് അടുത്ത 2 ദിവസങ്ങളിലും ശക്തമായിട്ട് പ്രകടമാകും ബോക്സ് ഓഫീസിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരള ബോക്സ് ഓഫീസിന് വൻ ചാകരയാണ് നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സിനിമയുടെ ഒരു അന്യസംസ്ഥാന നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മലയാളം സിനിമയ്ക്ക് പോസിറ്റീവ് ലഭ്യമാകുകയാണെങ്കിൽ കേരളം കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ബുക്കിംഗ് നടക്കുന്ന ഒരു അന്യസംസ്ഥാനമാണല്ലോ കർണാടക. കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ദേശമായ ബംഗളൂരു നഗരത്തിലുള്ള സകല തിയേറ്ററും ഇപ്പോഴത്തെ ഭ്രമയുഗം വലയത്തിലാണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അവിടെ വമ്പൻ ബുക്കിംഗ് സിനിമ നേടിയെടുത്തതോടെ ഇന്ന് ഉച്ചയ്ക്ക് 53 ഷോകൾ ഉണ്ടായിരുന്ന അവിടെ ഇപ്പോഴത്തെ 86 ഷോകളായിട്ട് അത് ഉയർന്നിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. എന്തായാലും അവിടെ വമ്പൻ കളക്ഷൻ സിനിമയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ കാത്തിരിക്കൂ. അടുത്ത ദിവസങ്ങളിൽ ഇതുൾപ്പെടെ ഭ്രമയുഗം എന്ന സിനിമയുടെ നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾ കേട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റുകൾ കേട്ട്